ഹലോ. ആ നിങ്ങൾ തിരക്കിലാ? ആരാണിത്? ഞാനിപ്പോ പടിസ്ഥലത്താണ്. ആരാണ്? അല്ല തിരക്കിലാണെ പിന്നെ വിളിക്ക. അല്ല, പറഞ്ഞോളി, ആരാണ്? അതെ. ആ ആ ആ ഞാനേ നമ്മളെ ആ സൈഫുന്റെ ആ ആ മുട്ട അവരെ മുട്ടായിക്ക് കൊടുത്ത് പോയിക്കണേ. ആ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്ന കല്യാണക്കാര് ആ അല്ലേ? ആ മുട്ടായൊക്കെ കൊടുത്ത് പോയിക്കണേ. അല്ലാ. അപ്പൊ ആ ചേക്കൻ ഭയങ്കര കച്ചറൊക്കെ ഉണ്ടാക്കിയപ്പോ ആ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ആ ആ ചെക്കൻ കച്ചറ ഉണ്ടാക്കോ? അതെ ചെക്കന്റെ അതെ അതെ ഫാമിലിയേ അങ്ങനെ തന്നെയാണ് ആ ചെക്കന്റെ. അതെ നിങ്ങള് പറഞ്ഞപ്പോ അത്ര ഇതാക്കിയില്ല. ചെക്ക ഇവിടെ വന്നിട്ട് ആകെ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ടാക്കി. ആണേ, ചെക്കൻ ഭയങ്കര, ചെക്കൻ മാത്രല്ല ചെക്കന്റെ പെരക്കാരും അങ്ങനെ തന്നെയാണ്. അതെ. ഭയങ്കര മോശമാണ് ആ ചെക്കന്റെ പെരക്കാര്. ആ നിങ്ങളറിയാഞ്ഞിട്ടാണ്. ആ ആ ആ ചെക്കനും ചെക്കന്റെ അമ്മയും എല്ലാരും കണക്കാണ്. ഉമ്മയും കണക്കാ? ഉമ്മി മക്കളും കൂടിയിട്ടില്ല വാപ്പാനെ കൊന്നത്. ഏ അത് നിങ്ങൾക്കറിയോ? എന്താണ്? ഉമ്മയും വാപ്പയും കൂടിയിട്ടാണ് ആ വാപ്പാനെ കൊന്നുണ്ടാക്കിയതേ. അതോ? ആ അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല? ഇതൊന്നും ഞമ്മക്കറിയില്ലല്ലോ. എന്താണ് എന്റെ കായേ? അത് ശരി. തള്ളിയും തന്തിയും കെട്ടിക്കൊണ്ടുവന്ന കാലം മുതൽക്കേ തല്ലും താറാറുമാണ്. അല്ല ഇതിപ്പോ കൂടുന്നത് നമ്മള് അടുത്തുള്ളത് ബ്രോക്കറാണ്. അപ്പൊ എന്നോട് ഇപ്പൊ നമ്മളോട് പറഞ്ഞെന്താ വെച്ചാല് ആ അത് നല്ലൊരു കാര്യമാണ്, നല്ല ചെക്കനാണ്, എന്റെ 5 നേരം പൊന്നാരക്ക നിസ്കരിക്കണ ചെക്കനാണ് എന്നൊക്കെയാണ് പറയണത്. എന്റെ പൊന്നാരക്കാക്കെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. ആ ഈ ചെക്കന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇട്ടാ, ഒരു മിനിറ്റ്. കട്ടൻ ആ, ചായക്ക് വേണ്ട. ഇപ്പൊ കട്ടൻ ചായ വേണ്ട. ഏ, ആ പറഞ്ഞോളി. ആ നമ്മള് ഈ വീട്ടിലാണ്. ചെക്കനെ ആ ഈ ചെക്കന്റെ സ്വഭാവം എന്ന് വെച്ചാല് ഈ അങ്ങാടിയിലൊക്കെ കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ട് ഈ വാൻസ് ഒക്കെ വെച്ചുകൊണ്ട് നടക്കണ ചെക്കന്മാരെ കണ്ടിട്ടില്ല നിങ്ങള്? മുണ്ടൊക്കെ മടക്കി ആ കുത്തിയിട്ട് ആ ആ നടക്കണ ആ ആ അങ്ങനത്തെ ഒരു ചെക്കനെ. അഞ്ചോത്ത് നിസ്കാരം ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ ഒരാഴ്ച ആയിട്ട് ആ പള്ളിയുടെ മുമ്പിലും പിന്നിലും നിൽക്കുന്നുണ്ട് ഏ ചൊറിഞ്ഞാണ്ട്. അതാണ് സത്യം. അപ്പൊ അവിടെ അല്ലാണ്ട് ആ മാലിയത്തെ ആ ആ അലിക്ക എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ കുഴപ്പമില്ല, നല്ല ചെക്കനാണ്, നല്ല എന്റെ കുടുംബാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. പൊന്നാരക്കാക്കെ ആ മാലിലത്തെ നമ്മളുടെ ഏതൊക്കെയാണ്? അലിക്ക ഏന്തീനിക്കാന്റെ അലിക്ക മോനോ? അലിക്ക ഏന്തീനിക്കാന്റെ മോൻ അലിക്കല്ലേ? ആ അലിക്ക തന്നെ. ആ ചെങ്ങായി വെള്ളക്കാട്ടില്. ഇവന്റെ കൂട്ടത്തിൽ നടക്കണ മനുഷ്യനാണ്. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ശ്ശെ. അല്ല ആ ഓനിപ്പോ നമ്മളെ മോൻ ഗൾഫിന്ന് വെച്ചിട്ട് ആ ചോദിച്ചപ്പോഴും പറഞ്ഞ അതന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യാണ് അള്ളാ എന്നാണ് പറഞ്ഞത്. അള്ളാ അള്ളാ. ഓനിപ്പോ ഗൾഫിൽ പോവാൻ നിക്കാണ്. അങ്ങനത്തെ ആൾക്കാരല്ല എന്റെ പൊന്നാരക്കായെ. ഒരു കുട്ടീനെ അങ്ങനെ ആവശ്യമില്ലാണ്ട് ആ ആ കച്ചറയിലേക്കൊന്നും പറഞ്ഞയക്കൂല. ഉള്ള പോലെ പറഞ്ഞ ആൾക്കാരാണ് നമ്മള്. ഇന്റെ പെരയുടെ 4 വീട് അപ്പുറാണ് ഓന്റെ പെര. ആ എനിക്ക് കാണാം, ഞാൻ കണ്ടിട്ടുണ്ട് ഓന്റെ വാപ്പാനെ ഓന്റെ അമ്മയും അതുപോലെ തന്നെ ഓന്റെ ആൾക്കാരും കൂടി തല്ലി ശരിയാക്കണത്. നിങ്ങക്കറിയോ? ഉം. കണ്ടിട്ടുണ്ട്. എന്റെ ഉപ്പാനോടും ചോദിച്ചു നോക്കി നിങ്ങള്. എന്റെ ഉപ്പ പറഞ്ഞുതരും നിങ്ങക്ക് ബാക്കി വിവരങ്ങൾ. എന്റെ ശ്ശെ, ഉപ്പ എന്താ ഇപ്പൊ അവിടെ ഇത് ഹോട്ടൽ പടച്ചോനെ. നടത്തുന്ന ആളാണ് എന്റെ ഉപ്പ. നമുക്ക് ഇവിടെ മുട്ടായി നന്നൊക്കെ തന്ന അത് കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു കൊടുക്കാം. അതല്ല അതെന്ത് ഇതിപ്പോ നമ്മളെ വഞ്ചിക്കല്ലേ ഇപ്പൊ ഇത്. ഇങ്ങക്കൊരു കാര്യം അറിയോ? ആ ഓന്റെ ഒരു ഏട്ടണ്ട്, ഐദ്രോസ്. ആ ഓന് ആ ഈ വടക്കക്കാട് ആ ഭാഗത്തുനിന്നാണ് പെണ്ണെട്ടിക്കുന്നത്. ആ പെണ്ണിന്റെ ബാപ്പാനും ഉമ്മാനും കുടി കയറി അടിച്ചവരാണ് ഓര്. ശ്ശോ. ആ അപ്പൊ എന്താ കാര്യം? എന്താ കാര്യം വെച്ചാല് ഇവര് എന്തോ ഈ നമ്മള് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചീരിഞ്ഞു കൊടുത്തേക്കണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ആ അടുക്കള ആ കാണാൻ വരവും അടുക്കള ചീരിഞ്ഞു കാണാൻ പോക്ക്. കൊടുത്ത ആ അതിലെന്തോ കൊല കമ്മിയായി പോയി എന്ന് പറഞ്ഞിട്ടാണ്. അല്ല നമുക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലട്ടാ. നമ്മള് മുജാഹിദ് എന്റെ പ്രസ്ഥാനാണ്. ഇലാഹായ തമ്പുരാനെ ഞങ്ങള് നമ്മളതൊന്നും പെട്ടെന്ന് വെച്ചാ കൊടുക്കുകയില്ല, ഇതാക്കിയില്ല. ആ അതൊക്കെ അവരോട് ഞങ്ങള് പറഞ്ഞിട്ട് പെട്ട് അതൊക്കെ പറഞ്ഞപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞതേ. അതൊക്കെ ഇപ്പൊ പോലെ അതല്ല, അതിനപ്പുറം പറയും. കാരണം നിങ്ങളുടെ പെൺകുട്ടിനെ പോലിക്ക് ഇപ്പൊ ഒന്ന് കുടുംബത്തേക്ക് കയറ്റണം. ആ ചെക്കന് ആ കല്യാണാലോചന തുടങ്ങിയിട്ട് കൊല്ലം 5ആയി. ഇതുവരെ ആ ചെക്കനിക്ക് ഒരു കല്യാണാലോചന വന്നിട്ട് ശരിയായിട്ടില്ല. 2-3 ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചുട്ടോ. ഞമ്മക്ക് പറ്റൂല കായ. ആ ഒരു പെൺകുട്ടിയുടെ കണ്ണീര് കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ഇന്റെ പെരക്കാരെ കൊണ്ടും കഴിയൂല. അത് ഞങ്ങളോട് ചോദിച്ചു വന്നോര് പറഞ്ഞാല് എന്റെ അമ്മോസന്റെ അഞ്ചത്തിയുടെ മാപ്പിള, ഓളുടെ ഒരു ആ പേരക്കുട്ടി ഉണ്ട്. അതിന്റെ കുട്ടിയുടെ കാര്യം. അതുപോലെ തന്നെ എന്റെ മൂത്തച്ഛിക്കൊരു ഇളയച്ചുണ്ട്.
ഓളുടെ ഏതൊരു ബന്ധുക്കാരുടെ ഒരു കാര്യം കൂടി വന്നപ്പോ നമ്മൾ എന്ത് പറഞ്ഞേ അത് നടത്തണ്ടട്ടാന്ന് പറഞ്ഞു. കാരണം ഞമ്മക്ക് നമ്മളുടെ ഇടയിൽ വന്നതല്ലേ ഞമ്മക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ അങ്ങനെ ആ തന്നെ. നല്ല കാര്യമാണെങ്കിൽ നമ്മൾ മുട്ടിച്ചു കൊടുക്കും. ഇല്ലേ ഞമ്മക്ക് പറ്റൂല കേട്ടോ ഒരു പെൺകുട്ടിനെ കൗത്തറപ്പിക്കണ ജീവിതം ചെയ്യാൻ. അമ്മാതിരി കഷ്ടപ്പാടാണ് എന്റെ എന്തൊരു ദുലിമാന്നാ ചെക്കനെ കൊണ്ട് പറയാനുള്ളത്. രാവിലെ അങ്ങോട്ട് ആയാലും അങ്ങോട്ട് കുടി തുടങ്ങും. 10 മണിയാകുമ്പത്തിനും കുടി തുടങ്ങും. കുടി മാത്രോ വെലി, ആൻസ് വെപ്പ്, കഞ്ചാവ്. ഇപ്പൊ ഈ മറ്റേ ഇതുണ്ടല്ലോ ATM കാർഡ് വഴി ഇങ്ങനെ അങ്ങനെ ആക്കണ സാധനത്തിന്റെ പേരെന്താ? MDMA. ആ സാധനം എന്തേരം ഓന്റെ കയ്യിലുണ്ട്. മറ്റു പോരാത്തേനോ ഒന്നിക്കൊന്നരാണ് ഈ പെണ്ണുങ്ങളെ കുടി. അത്തരത്തിലാണ് ഓന്റെ കാര്യങ്ങൾ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. ആണല്ലോ ഞമ്മള് അറിയുന്നൊരു ബ്രോക്കറാണ്. കൂടുതൽ നല്ല കാര്യമാണ്, നല്ല ബന്ധാണ്. ഒരിക്കലും ഒന്നല്ല. അള്ളാ നിങ്ങളെ കുട്ടി വയ്യാതാരായിപ്പോ, നിങ്ങള് വയ്യാതാരായിപ്പോ. രണ്ടാം കെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ കഥ. പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് എന്തും പറ്റും. ഇത്രയും പഠിച്ചുള്ളതാണ്, പഠിച്ചതായിട്ടുള്ള കുട്ടിയാണ്. 2 കൊല്ലം കൂടെ പഠിച്ച ജോലി കിട്ടുന്ന കുട്ടിയാണ്. എത്ര ആൺകുട്ടികള് നാട്ടില് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ നോക്കിക്കൂടെ? ഇന്റെ ഉപ്പ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്റെ ഉപ്പാന് ദിവസങ്ങൾ വന്ന് കാണും. ഇത് ഇന്റെ ഉപ്പാക്ക് ഇവിടെ ഒരു ഹോട്ടലാണേ. എപ്പോഴും അവിടെ ഉണ്ടാവും. ഉപ്പര അവിടെ തന്നെ കിടക്കലും. മുട്ടായി തിരിച്ചു കൊടുക്കാന്ന്. ഇനിയിപ്പൊ ഇങ്ങളെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളിത് കെട്ടിക്കുന്ന കാര്യം ശരിയാവില്ല. അത് തിരിച്ചു കൊടുത്താലേ അല്ലേ ആ കുട്ടിയുടെ ജീവിതം. അതിനെന്തോരം നല്ല ചെക്കൻ വരും. എന്ത് നല്ല ചെക്കന്മാര് വരും. 1 or 2 കൊല്ലം കൂടി കഴിഞ്ഞ ഒരു ജോലിയായില്ലേ. ഇതാ മൂത്ത പെണ്ണിനെ ആ റോട്ടിലിട്ടിട്ട് ഇങ്ങനെ തല്ലിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. ഞാൻ എത്ര കണ്ടേക്കണം. ഞമ്മക്ക് കെട്ടിച്ചില്ലാന്നേ ഉള്ളൂ അല്ലേ. ഇമാതിരി ഓരോ രാജസന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലേ നാളെ പത്രത്തില് കാണാം. നിങ്ങള് പലതും നമ്മ നാട്ടിൽ ഇങ്ങനെ കേൾക്കണല്ലോ. ഇന്റെപ്പ രാവിലെ സുബീക്ക് ഹോട്ടലിൽ പോകും. ഇല്ലേ പറഞ്ഞോളി. ഞാൻ എന്താണ് ഇങ്ങള് പറഞ്ഞോളി. ഇങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങള് പറഞ്ഞോളി. ഇങ്ങക്ക് എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇല്ലെന്നോ നിങ്ങൾ പറഞ്ഞോളി. ഇന്നോ എനിക്ക് കല്യാണക്കാര്യം വന്നാലും ഞങ്ങൾ നടത്തി കൊടുക്കും. നിങ്ങളെ നാട്ടിലേ അറിയപ്പെടുന്ന എന്താ പേര്? ഡ്രൈവിംഗ് സ്കൂൾ എന്നാണ്. ആൾക്കാര് പലതും പറയും. കൂത്തിച്ചി ഡ്രൈവിംഗ് സ്കൂൾ എന്നാണ് എന്നെ പറയാ. മനസ്സിലായ? എന്താടി വിചാരിച്ചത്? ആ ചെക്കന്റെ വാപ്പ എവിടെയെന്നാ പറഞ്ഞത്? വാപ്പാനെ അടിച്ചെന്നല്ലേ? അല്ലേ? എന്റെ മാപ്പിളനെ അടിച്ചെന്നല്ലടി ഇങ്ങനത്തെ കഥ ഉണ്ടാക്കുന്നത്. ആ ചെക്കനക്ക് എത്ര കാര്യം വന്നിട്ടുണ്ട്. എന്റെ മാപ്പിള ഒരു തെറ്റ് ചെയ്യുമ്പോ ഓൻ്റെ അടി കിട്ടി. എന്താ കിട്ടാൻ കാരണം? ഇതേപോലെ ഒരു കല്യാണക്കാരൻ മുടക്കിയപ്പോ എന്റെ മാപ്പിള കണ്ട് അടി കിട്ടി. അതിന് ശേഷം അല്ലടി ഈ ഡ്രൈവിംഗ് സ്കൂൾ അല്ലടി. എന്റെ മാപ്പിളക്ക് അടി കിട്ടിയപ്പോ ആ ചെക്കനെ വരുന്ന കല്യാണം ഒക്കെ ഈ മുടക്കുക. ഇയ്യോ എന്റെ മാപ്പിളയും ഇരുന്നിട്ട് മുടക്കുക. ഇപ്പഴല്ലേ നന്നായത്? നേക്കടി ഞാനാരാന്ന് എനിക്കറിയോടി? ഞാനാരാന്നറിയോ? എന്റെ പേര് ആസിഫ്. ഇജ്ജ് പറഞ്ഞില്ലേ? അല്ല ഫോണ് വെക്കരുത്. ഞാൻ ഓന്റെ അമ്മാമനാണ്. എന്താടി വിചാരിച്ചിട്ട് വരെ? നമ്മള് നാട്ടില് കേട്ട കഥ പറഞ്ഞാണ് അല്ലാണ്ട് ഒന്നുമില്ല. എന്ത് നാട്ടിലുള്ള കഥ? ഇതാ ഓന്റെ പേര് ഓന്റെ വാപ്പം വെച്ചെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയില്ലേ? വാപ്പം വെച്ചെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയില്ലടി?
അപ്പൊ നിങ്ങളെ പിടിക്കണമെന്ന് കൊറേ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടടി. ഇത് മൊത്തം ഞങ്ങളെ നിങ്ങൾ ഗ്രൂപ്പിലിടും. എന്നെ ഇടങ്ങറാക്കരുതട്ടോ, എനിക്ക് കൂട്ടും കുടുംബവും എല്ലാരും ഉള്ളതാണ്. ഒക്കെ തീർത്തരാം. അതേ ഇത് ഇത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളെ നാട്ടില് കല്യാണം മുടക്കിയൊന്നും നാളെ പോസ്റ്റ് ഒക്കെ. ഇനി ഒരു കുട്ടികൾക്കും ഈ ഗതി വരരുത്. ഒരു ആൺകുട്ടികൾക്കും വരരുത്, ഒരു പെൺകുട്ടികൾക്കും ഗതി വരരുത്. ഞാൻ ഒരു പൊന്നാരക്കായ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഞാൻ അന്റെ കള്ളത്തറ ഇതോട് കൂടി ഞാൻ അവസാനിപ്പിക്കും. വരുന്നുണ്ടീ അന്റെ മാപ്പിളനെയും കാണാൻ വരണ്ട, അന്നെയും കാണാൻ വരണ്ട. അത് വലിയൊരു ബോർഡായിട്ടാണ്. അന്റെ ഹോട്ടലിന് എഴുതി കൊടുത്ത് ഞാൻ കല്യാണ മുടക്കികൾ എന്നാണ് എഴുതാൻ പോണത്. അന്റെ മാപ്പിളയുടെയും വലിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടായിക്കൊണ്ട് എന്നിട്ട് അങ്ങോട്ട് വെക്കാൻ പോവാണ് കേട്ടാ. ഇതോടെ നിർത്തണം നിങ്ങളെ ഈ പോലഞ്ഞായായിട്ട്. എൻ്റെ അമ്മ അന്റെ ഇതല്ല